എന്റെ കൽബിലെ ആമനയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട ആമനയ്ക്ക്. ആരാ ഇത്? ഞാനാ മോനെ, വാതിലോർക്ക്. എന്റെ അസീസെ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങള് രണ്ട് മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ അസീസെ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്. അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ അസീസെ, അവൻ തമാശ പറയണതല്ലേ? അല്ലേടാ? അല്ല, കാര്യമായിട്ടാ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോവാം. അത് ശരിയാണ്. ഇത് മേല് പിടിച്ച് ഞെക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷെ? ഇങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത്. അന്തിയായ ചാരാക്കുപ്പിയായിട്ട് അത് കള്ളുകൂടി എന്നായരുടെ കൂടെ. മാഷേ, പെശക, നമുക്ക് പോവാം. എടാ ശവിച്ചക്ക, ഒരു LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നീ അധിക്ഷേപിച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാൽ മതി, ഈ കുന്നത്തങ്ങാടി ഒരു കോണ വരെ നിങ്ങൾക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ മാഷേ, വാ. നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? ആ എഴുത്തച്ഛന്റെ വീട്ടിലെ തുണി തുന്നി കൊടുക്കണ്ടേ? പണ്ടാറടങ്ങ. ഇതിനകത്തൊരു കടലാസ്. തുന്നക്കൂലിയുടെ കടലാസാവും. തുന്നക്കൂലി കൊടുത്തതാണല്ലേ? എവിടെ? ഇതൊരു കത്താൻ തോന്നാണല്ലേ? വായിച്ചു നോക്കിയാലല്ലേ കത്താന്നറിയൂ. ഓൻ ഇവിടെ നിന്ന് ചോദിച്ചല്ലോ. ഓൻ ഇവിടെ വന്നിരുന്ന തുണി പോരാന്ന് പറഞ്ഞ് എന്നിട്ടെന്റെ എന്നോട് പറഞ്ഞില്ല? അന്നോടാ ചോദിച്ചത്. നല്ല ബലാലോട്ട് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. കേട്ടെഴുത്താണ്, കേട്ടെഴുത്തേ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ. പദ്യം അല്ല, ഇവിടെ. വിപരീതപദവാ. ആ മിടുക്കി, വിപരീതപദം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ.
രാത്രി പകൽ പകൽ. രാത്രി ഓ എന്തൊരു ഓർമ്മ ശക്തിയാ ഓ, എന്തൊരു മറവിയാ. എന്റെ അമ്മേ. എന്റെ അച്ഛോ, ഒന്ന് പതുക്കെ പറ. ഒന്ന് ഉറക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. ശരി, തുടങ്ങാം. അവസാനിപ്പിക്കാന്ന്. തുടങ്ങാന്ന്. എന്നാ തുടങ്ങിക്കോ. എന്നാ അവസാനിപ്പിച്ചോ. ഒന്ന് നിർത്തുവോ? ഒന്ന് തുടങ്ങോ. എഴുന്നേറ്റിക്കണ അവിടെ. ഇരിക്കട്ടെ അവിടെ. എന്റെ ദൈവമേ, എന്നെ ചെറുതാനേ. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊടിയുന്നല്ലത്. ഒറ്റ വീക്ക് വെക്കാണ്ടില്ല, എന്റെ സ്വഭാവമില്ല. മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ലേ വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കം വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്ക് എഴുതിയതാ? ആർക്ക് എഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോടോ. എടാ മാഷക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, നിന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. എന്താ പന്നി എന്നോടാ ചോദിച്ചത്? എന്താന്ന്? അറാം പറഞ്ഞോനെ, ഈ എന്റെ മോക്ക് കത്തയിട്ടു അല്ലേ? അന്ന ഞാൻ അടിച്ച് പൊളിക്കണ അടിച്ച് പൊളിക്കണല്ല. പോയി ഓനെ വിട്ടേക്ക്. ഹൈഡ്രോസേ, അവൻ പൊക്കോട്ടെ. വേണ്ട, ഈ നിങ്ങളാരും ഇടപെടണ്ട. ഇതൊന്നും ചെയ്യരുത്. എനിക്ക് അവനെ നിക്കാ ചെയ്ത് തരണം. എന്തിട്ടേ പറഞ്ഞ്? ഒന്നുകൂടെ പറയ്. ഹൈഡ്രോസേ, അവൻ പൊക്കോട്ടെ. വെറുതെ അവനെ കൊന്നിട്ട് നീ എന്തിനാ ജയിലിൽ പോണത്? പൊയ്ക്കോ പന്നി സുബറേ. നീ എന്നെ ഈ കുന്നത്തങ്ങാടി കണ്ട എന്റെ മയ്യത്താ. ഹൈദ്രോസിന്റെ മോളെ കെട്ടാൻ വന്നിരിക്കുന്നു. ഹിമാർ അസിസേ, ഒരു ചെഴുത്താനാ. അന്നെ ഇപ്പൊ പടച്ചോൻ കാത്ത്. അനക്ക് വല്ലാണ്ട് പറ്റുമോ മോനെ? സാരമില്ല, ഞാൻ പോവാം അമ്മ. നീ എവിടേക്കാ പോണത്? കുന്നത്തങ്ങാടി എന്താ ഓന്റെ വാപ്പയുടെയാ? പടച്ചോനെ, ഞമ്മളൊരു പെണ്ണായി പോയല്ലോ. കൈ അങ്ങനെ സരിക്കുക. ആണായിരുന്നെങ്കിൽ ഓനെ തല്ലിക്കൊന്ന് പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടോട്ടേക്ക് പോവാ? വാപ്പ എന്നെ കൊല്ലും. ഇങ്ങനെ എല്ലാരും പേടിച്ച് എങ്ങനെ കയ്യ? മോനെ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ഉസിരൊക്കെ വേണം. ജനിച്ചു കഴിഞ്ഞാ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ. പിന്നെ ആരെ പേടിക്കാൻ എന്റെ മോനെ?
ഒച്ച ഉണ്ടാക്കണ്ട. ഞാനാ അസീസ്. ഞാൻ പോവാ. എനിക്കറിയാം അമ്മനെ കത്ത് വായിച്ചിട്ടുണ്ടാവില്ല എന്ന്. അമ്മനെ വായിക്കണം. എന്റെ പൂതിയാ. വായിക്കൂലേ? ആമനന്റെ ബാപ്പതല്ലേതാ? സാരമില്ല. ആമനയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. വിജയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരത എന്ന മുദ്രാവാക്യവുമായി ഒരു നവയുഗം പടുത്തുയർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ദീപശിഖയുമായി ഇതാ ഈ സാക്ഷരജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആളുണ്ട് കേട്ടോ അവിടെ. അതെ അതെ, വരണം വരണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവുമായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമാൻ നാസറിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും കുന്നത്തങ്ങാടിയിലെ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാന്യരെ, സാക്ഷര കേരളം സുന്ദര കേരളം എന്ന മനോഹര സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് നാം ഇന്ന്. നമ്മുടെ ഇടയിൽ ഒരു കത്ത് വായിക്കാൻ പോലും കഴിവില്ലാത്തവർ എത്രയോ ഉണ്ട്. ഒരു ബസിന്റെ ബോർഡ് പോലും വായിക്കാൻ കഴിവില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സങ്കടകരമായ സ്ഥിതിവിശേഷം മാറണം. അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും ഞങ്ങൾ ആരംഭിക്കുന്ന സാക്ഷരതാ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നും മറ്റുള്ളവർ അവരെ ബോധവാന്മാരാക്കി പങ്കെടുപ്പിക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആമിന, ഇനി ഇതിലുള്ളത് എഴുതി പഠിക്കണം. ഇപ്പൊ ഒറ്റ വിചാരേ ഉള്ളൂ, എന്തെങ്കിലും പണിക്ക് പിടിച്ചാ പെണ്ണ് വിളിക്കേക്കണ്ടേ? അതെ, ഇപ്പൊ ക്ലാസ്സിൽ വന്നിരിക്കാനുള്ള ധൈര്യമായി ആമിനയ്ക്ക്. മാഷക്ക് ബുദ്ധിമുട്ടങ്ങനെയുണ്ടോ? ഏയ്, ഇവിടെ ക്ലാസ്സിൽ എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമാണ്. കുറച്ച് താമസിക്കുന്നു മാത്രം. പിന്നെ ബുദ്ധിയുള്ള ഒരു കുട്ടിയുണ്ട്, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. ആരെങ്കിലും കാണുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ആ, ഇതെന്റെ ആദ്യത്തെ അനുഭവമാ. പേടിന്റെ താക്കോൽ നിങ്ങൾ ബേജാറുണ്ടാ, താക്കോൽ വരും. ഈ ചെക്കനെന്ത് പറ്റി? വെറുതെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ്. ആമീന ശൈലേഷ്. ഇവൻ ചായനാ വന്നത്. നീ ഒന്നും മുണ്ടാണ്ട് കുത്തിരിക്ക് വാസു. ഓൻ പാവാ. എന്നെ ഇരുത്താനല്ലേ വൈതുക്ക? അത് നടക്കില്ല. എന്താടാ നോക്കി പേടിപ്പിക്കണേ? എന്ന് പറയടാ നിന്റെ മൂരിയോട് ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂരി 7 ദിവസം വിലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്പന്മാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൊയ്തീനൊക്കെ മജീദൊക്കെ അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണുണ്ടെന്ന്. കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്.
നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ മജീദേ, നീ അത് പോയിട്ട് വേണം ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ചിന ഊർമി. അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ അറിയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തി ഇങ്ങോട്ട് ഇത് മജീദേ, മജീദേ ഒന്ന് ആഘോഷിക്കട്ടെ. മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ, അത്തീശ പിടിച്ചോ. യാ അലി, യാ ഉസ്താദ്. എല്ലാത്തിനും തുരത്തും. 100 ഉറുപ്പിയാണ്, 100 ഉറുപ്പിയ. നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. ഇത് മലപ്പുറമല്ല, കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കണം. എല്ലാം കൊടുക്ക്. ഈ മുതൽ ആരും പോയിരിക്കില്ല. കൊണ്ടുപോ. കേട്ടോളേ, എന്നടാ? ഇന്ന് മുതൽ കുന്നത്തങ്ങാടിയിൽ നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ കേക്ക്. മഞ്ചേരി മജീദിന്റെ